ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണ ഫിഫയുടെ അണ്ടർ 20 വേൾഡ് കപ്പ് അരങ്ങേറുന്നുണ്ട്. സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലിയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതായത് വരുന്ന സെപ്റ്റംബർ 27 ഈ ഒരു ഫിഫയുടെ അണ്ടർ 20 വേൾഡ് കപ്പിന് തുടക്കമാവുക. ഒക്ടോബർ 20 വരെയാണ് ഇത് ഉണ്ടാവുക. ഇതിന് യോഗ്യത നേടാൻ അർജന്റീനയുടെ അണ്ടർ 20 ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് ഡിയിലാണ് അർജന്റീനയുടെ അണ്ടർ 20 ടീം ഇപ്പോൾ ഉള്ളത്. അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികളായിക്കൊണ്ട് ഓസ്ട്രേലിയ, ക്യൂബ, ഇറ്റലി എന്നിവരാണ് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹൊസെ ലൂയിസ് സാഞ്ചസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വരുന്ന അണ്ടർ 20 വേൾഡ് കപ്പിൽ അർജന്റീനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കളിപ്പിക്കാൻ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് താല്പര്യമുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് ആണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത്. അതായത് ഫ്രാങ്കോയെ വിട്ടു നൽകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റയലിനോട് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ താരത്തെ വിട്ടു നൽകണോ വേണ്ടയോ എന്നുള്ളത് റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ താരത്തെ വിട്ടു നൽകുകയാണെങ്കിൽ അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സങ്കീർണമായ കാര്യമാണ്. കാരണം ഒരുപാട് റയലിന്റെ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. അതായത് അർജന്റീന അണ്ടർ 20 വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ എത്തി എന്ന് കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റയലിന്റെ 7 മത്സരങ്ങളായിരിക്കും ഫ്രാങ്കോ മസ്റ്റാൻഡുവോനക്ക് നഷ്ടമാവുക. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തെ കൈവിടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അർജന്റീനക്ക് മസ്റ്റാൻഡുവോനയെ ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ മുതൽക്കൂട്ടാവും. കാരണം അത്രയും മികച്ച താരമാണ് മസ്റ്റാൻഡുവോനോ. നമുക്കറിയാം കഴിഞ്ഞ അർജന്റീനയുടെ മത്സരത്തിൽ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ മസ്റ്റാൻഡുവോനോക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. പക്ഷേ റയൽ മാഡ്രിഡ് ഈ താരത്തെ അണ്ടർ 20 വേൾഡ് കപ്പിന് വിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.